ഡാക്കു മഹാരാജ് സിനിമയോടൊപ്പം ക്ലാഷ് വെച്ചിട്ട് വൺ ഹിറ്റ് ആയിട്ടുള്ള ഒരു പടം OTT റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിക്ടറി വെങ്കിടേഷിന്റെ സംക്രാന്തിക്ക് വസ്തന്ന, അതാണ് സിനിമയുടെ പേര്. 300 കോടിയൊക്കെ കളക്ഷൻ കിട്ടിയ ഒരു സിനിമയാണ്. ഇപ്പൊ ഓവർ ആക്ടിങ് ആൻഡ് തേർഡ് റേറ്റ് കോമഡീസ് അല്ല തേർഡ് റേറ്റ് ചളീസ് ഒക്കെ നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആണ് വെച്ചാൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു 8th വണ്ടർ ഓഫ് ദ വേൾഡ് ആണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് ബേസിക്കലി ഒരു അലവലാതി സിനിമയായിട്ടാ തോന്നിയത്. ഒന്നിനും കൊള്ളാത്തൊരു പടം. ഇതിനൊക്കെ എങ്ങനെ 300 കോടി കളക്ഷൻ കിട്ടിയതാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം 3 പേരെ പറ്റി പറയണം. അത് ആദ്യം എടുത്തു പറയേണ്ടത് മീനാക്ഷി ചൗധരി. സോ ആസ് യൂഷ്വൽ എല്ലാ പടത്തിലെയും പോലെ തന്നെ ഒരു മെഴുക് പ്രതിമയെ പോലെയാണ് ഇതിലും മീനാക്ഷി ചൗധരി ഉള്ളത്. ഇതിൽ നമ്മുടെ നായകനായ വിക്ടറി വെങ്കിടേഷിനെ കാണുമ്പോ തന്നെ കൊച്ചിനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇവര് തമ്മിൽ കാണുമ്പോ അപ്പാപ്പനും പേരക്കുട്ടിയും പോലത്തെ അങ്ങനത്തെ ഒരു ഏജ് ഗ്യാപ്പാ നമുക്ക് തോന്നാം. അവര് വരെ പറയുന്നുണ്ട്. സോ എനിക്ക് മനസ്സിലാവാത്ത ഗോട്ടിലെ ക്യാരക്ടറെ മീനാക്ഷി ചൗധരി പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അത് അതിലേറെ പന്ന ക്യാരക്ടർ ആയിട്ടാണ് ഇത് ബേസിക്കലി എനിക്ക് തോന്നിയത്. രണ്ടുപേരും പോലീസിലാണ്. നമ്മുടെ വിക്ടറി വെങ്കടേഷിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ് മീനാക്ഷി ചൗധരി. സോ ഇതിൽ മീനാക്ഷി ചൗധരിക്ക് ആദ്യം ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അത് അടിപൊളിയായിരുന്നു കേട്ടോ. സോ ഈ സിനിമ കാണുമ്പോൾ ആദ്യം ബുദ്ധി പറയുന്ന സാധനം ഉണ്ടെങ്കിൽ വല്ല വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ടിടാം, എന്നിട്ട് കാണുക എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതിലൊരു തെലങ്കാനത്തെ ചീഫ് മിനിസ്റ്ററെ കാണിക്കുന്നുണ്ട്, IPS ഓഫീസേഴ്സിനെ കാണിക്കുന്നുണ്ട്, പോലീസ് ഓഫീസേഴ്സ്, പട്ടാളം എല്ലാത്തിനും കാണിക്കുന്നു. ഒരൊറ്റ എണ്ണത്തിന് ബുദ്ധി പറയുന്ന സാധനമില്ല. കുറെ അഡൽട്ട് കോമഡീസ് ആണ് ഈ സിനിമയിൽ ഏറ്റവും ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. വിക്ടറി വെങ്കിടേഷിനെ പറ്റി എടുത്ത് പറയണം, ഓസ്കാർ ഡിസേർവിംഗ് പെർഫോമൻസ് ആയിരുന്നു അണ്ണന്റെ. സോ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ അണ്ണൻ പോലീസ് വേണ്ട വെച്ചിട്ട് നമ്മുടെ ഐശ്വര്യ രാജേഷിനെ കല്യാണം കഴിക്കും. ഒരു 12 കുട്ടികളൊക്കെ വേണമെന്നാണ് അണ്ണന്റെ ആഗ്രഹം. അത് 12 കൊല്ലമൊന്നും വെയിറ്റ് ചെയ്യാൻ വയ്യ, ഒരു 5 കൊല്ലത്തിൽ കിട്ടുകയാണെന്ന് വെച്ചാൽ വലിയ ഉപകാരമായിരുന്നു. 24/7 അവൈലബിൾ എന്നൊക്കെ നമ്മൾ എഴുതി വെക്കുമല്ലോ, അതേപോലെ തന്നെ 24/7 മൂഡായിട്ട് നടക്കുന്ന അണ്ണനാണ്. സോ അണ്ണന് പറ്റിയ 2 അളിയന്മാരുണ്ട് ഈ സിനിമയിൽ. അപ്പുറത്തെ വീട്ടിൽ അവൻ തലയിൽ തേങ്ങ വീണ് ചത്താലും പാമ്പ് കടിച്ച് ചത്താലും കുഴപ്പമില്ല, ഏത് നേരത്തും നമുക്ക് കണക്ക് നോക്കാനുണ്ട് പറഞ്ഞിട്ട് ഭാര്യ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പരിപാടി നടത്തലാണ് ഒരു അളിയന്റെ പണി. മറ്റേ അളിയൻ എന്ന് വെച്ചാൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. സന്തു ബാം എടുത്തിട്ട് വന്നാൽ മാത്രമേ പരിപാടി നടക്കുള്ളൂ. അങ്ങനെ പരിപാടി നടത്താൻ വേണ്ടി നടക്കുന്ന 3 പേരുടെ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഐശ്വര്യ രാജേഷ് ഉണ്ട്. ഐശ്വര്യ രാജേഷ് 5ാം ക്ലാസ്സിൽ പോലും പോയിട്ടില്ല, അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കൊച്ചാണ്. ബുദ്ധി പറയുന്ന സാധനം ഒട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു വിളിച്ച് നടക്കണതാണ് കാണിക്കുന്നത്. സോ ഇതിൽ പാട്ടൊക്കെ അടിപൊളിയാണ്, പക്ഷെ പാട്ടിന് കോറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് അതിലും സൂപ്പറാണ്. ഫ്ലാഷ് ബാക്ക് പോർഷൻസ് പറയുമ്പോൾ അതിലത്തെ ഒരു പാട്ടുണ്ട്, അത് പ്രസന്റ് പോർഷനിൽ പാടിയിട്ട് ഫ്ലാഷ് ബാക്കിലും പ്രസന്റ് പോർഷനിലും ഒരേ പാട്ടൊക്കെ കാണിച്ചിട്ടുള്ള കഥ പറച്ചിലാണ്. പിന്നെ രാത്രി ഡാൻസ് കളിക്കാൻ തുടങ്ങിയ രാവിലെ ആയതുപോലും അറിയില്ല, അങ്ങനത്തെ കിടിലൻ ഡാൻസ് ഒക്കെ ഈ സിനിമയിലുണ്ട്. ഇതിലൊരു വ്യാളി ചെറുക്കനുണ്ട് വിക്ടറി വെങ്കിടേഷിന്റെ. ആ പന്ന ചെറുക്കനെന്ന് വെച്ചാൽ വായ തുറന്നാൽ വൃത്തികെട്ട വർത്താനം അല്ലാതെ പറയില്ല. ചെക്കനെ കണ്ടാൽ തന്നെ കലിയ വരിക. സോ എനിക്ക് ഒട്ടും വാക്കാവാത്ത ഒരു പടമാണ്. എങ്ങനെ ഇത് ഡാക്കു മഹാരാജിനൊക്കെ തോൽപ്പിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് തോന്നുന്നു സംക്രാന്തി, അതായത് ഫെസ്റ്റീവ് സീസണിൽ ഇറക്കിയോണ്ട് തന്നെ ഈ ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ഉള്ള നടനാണ് വിക്ടറി വെങ്കടേഷ്. അതുകൊണ്ട്